നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നോ? എടി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. ശരി. വേനല് കടത്തുകൊണ്ടാവും. എല്ലാം ഉണക്കയാണല്ലോ ദിവാകര. അതെ, 2 വണ്ടി നാളികേരം നമ്മുടെ കറക പടത്തേക്ക് അയക്കണം കേട്ടോ. എടി ഞാൻ ഇറങ്ങുവാണേ. ശരി. നീ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്ക് പോവാച്ചാ. ഈ വെയിൽ എത്തുന്ന സമയത്തോ? ഇടി പിന്നെ നിനക്കുന്ന രാവിലെ തന്നെ ഇറങ്ങാമായിരുന്നല്ലോ. അത് സാരമില്ല, നട അടച്ചിട്ടുണ്ടാവില്ല. എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മാവ, ഈ വെയിലത്ത് ഓടിച്ചു വന്നിട്ടാവും. ഇവിടെ ഒരുത്തി വെയിലും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാൻ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ടൊന്ന് വിട്. വേണ്ടച്ചാ, വെറുതെ ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ കയറിക്കേ. വേണ്ട ഹരിയേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അതെ, പോകുന്നുണ്ടെങ്കിൽ നീ ഹരിയുടെ കൂടെ പോയാ മതി. എങ്ങനെയാ, പോകുന്നുണ്ടോ? പോട്ടെ. നീ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഹരിയേട്ടൻ കാത്തു നിൽക്കണ്ട, പൊയ്ക്കോളൂ. അത് ശരിയാവില്ല. നിന്നെ തിരിച്ചുകൊണ്ടേ വിട്ടില്ലെങ്കിലേ അമ്മാവൻ എന്നോടാ ചോദിക്കുക. എന്താ ഹരിയേട്ടാ ഇത്? ദൈവത്തിനോട് എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോണോന്ന് പറയാൻ പറ്റുമോ? ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയല്ലേ തൊഴാൻ വരുന്നേ? ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെയല്ലേ പോരേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ ദേ, എനിക്ക് മാറാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ എന്നെ സംശയത്തോടെ നോക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ തന്നെ കയറുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അല്ല, ഇവിടെ വരെ വന്നിട്ട് കാത്തു നിൽക്കുന്ന ഹരിയേട്ടന് ബുദ്ധിമുട്ട്, അകത്ത് നിൽക്കുന്ന എനിക്ക് തന്ത്രപ്പാട്. അതുകൊണ്ടല്ലേ പറയുന്നേ, തൊഴുതു കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് ഹരിയേട്ടാ. എങ്കിൽ ശരി, ആയിക്കോട്ടെ. അതെ, ഈ അധികം ഭക്തിയില്ലാത്ത ആൾക്കാര് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആദ്യം തന്നെ ആയിപ്പോകുന്നൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആവില്ലല്ലോ അല്ലേ? എന്തായാലും അതില്ല. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.